നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ തിയേറ്ററിൽ ഹിജാബ് അനുവദിക്കണം എന്ന വിദ്യാർത്ഥിനികളുടെ ആവശ്യം വലിയ ചർച്ചയാക്കണ്ട എന്നാണ് ആരോഗ്യമന്ത്രിയുടെ നിലപാട്. വിദ്യാർത്ഥിനികൾ വിഷയം അവതരിപ്പിച്ചത് അവരുടെ അധ്യാപകരോടാണ്. അധ്യാപകർ അത് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും എന്നാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നത്. എന്നാൽ ഹിജാബ് വിഷയം കേരളത്തിലും പതുക്കെ ചർച്ചയാവുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ആരോഗ്യരംഗത്ത് മതം കലർത്തണോ എന്ന ചോദ്യം പൊതുവേദി ഉന്നയിക്കുന്നത്. പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ വടകരയിൽ നിന്നുള്ള ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ ഈ വിഷയം സഗൗരവം ശ്രദ്ധിച്ചിരിക്കും എന്ന് കരുതുന്നു. 7 വിദ്യാർത്ഥിനികളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. അവരുടെ മതപരമായ കാര്യങ്ങൾക്ക് ഒരു പരിരക്ഷ വേണമെന്ന നിലപാടാണ് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് അവർ ആവശ്യപ്പെടുന്നത്. ആരോഗ്യമേഖലയിൽ ഇത് സാധ്യമാണോ? എന്താണ് ശ്രീ ബാലകൃഷ്ണന്റെ അഭിപ്രായം? നമസ്കാരം. നമ്മൾ എന്തിനാ മതപരമായ ആരോഗ്യ മേഖലയിൽ ഇല്ലാതിരിക്കുന്നത്? ഇപ്പൊ കർണാടകത്തിൽ കണ്ടില്ലേ, ഹിജാബ് അനുവദിച്ചു, കർണാടകത്തിൽ ഒരു തീവ്രവാദിനെ വിട്ടു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ സ്ഥിതി. ഇപ്പൊ ഏക സിവിൽ കോഡ് വന്ന അതിൽ മത പറയുന്നത്. പൗരന്റെ നിയമത്തിന് എന്ത് മതം സാർ? എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം, ഒരു സിവിൽ നിയമം വരുമ്പോ എന്താ നിയമം? ഇപ്പൊ ഇതും കൂടി അനുവദിച്ചു കൊടുക്കട്ടെ. ന്യൂനപക്ഷ വോട്ട് കിട്ടൂലേ? പക്ഷെ രാജ്യം അസ്ഥിരപ്പെടും എന്നുള്ള കാര്യം ഓർക്കുന്ന ആൾക്കാരും വോട്ടർമാരും രാജ്യത്തുണ്ട്. അതിവര് മറക്കണ്ട. കോൺഗ്രസ് ഒരു നിലപാട് ശക്തമായ, ഒളിഞ്ഞും തെളിഞ്ഞും അല്ലാതെ വ്യക്തമായ ഒരു നിലപാട് ഏക സിവിൽ കോഡിന്റെ കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചോ? ഇല്ല. കാരണം എന്താ? പഠിക്കണ്ട. അവർ പഠിച്ച പടി 18. പക്ഷെ തെരഞ്ഞെടുപ്പ് എടുത്തപ്പം വോട്ട് ബാങ്കാണ് ലക്ഷ്യം. സത്യം പറയാൻ മടിക്കുന്നു. ഇപ്പൊ AAP നോക്കൂ, ആർജവത്തോടെ പറഞ്ഞു. ഏതായാലും ഈ വിഷയത്തിൽ നിന്നല്ല, എല്ലാ വിഷയത്തിലും മതം കലർത്തിയിരിക്കും. എല്ലാ വിഷയത്തിലും മതം കലർത്തിയിരിക്കും. മതാധിപത്യം രാജ്യത്ത് കൂടി വരുവാണ്. അത് കുറയ്ക്കണമെന്നാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തിരിക്കുന്നത് കൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് രാജീവൻ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ശ്രീ രാജീവൻ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇത്തരം ഒരു ആവശ്യം നമ്മൾ കേൾക്കുന്നത്. എന്ത് തോന്നുന്നു ഈ ആവശ്യം കേട്ടിട്ട്? ഈ ആവശ്യം കേട്ടിട്ട് തോന്നുന്നു പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളിന് ഇതിനകത്ത് യാതൊരു അധികാരവുമില്ല. അവരിത് നേരെ ഇതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ NIക്ക് ഇതിന്റെ ഒരു കോപ്പി കൊടുക്കണം. NIക്ക് കൊടുക്കേണ്ട എന്തിനാന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിലുള്ള ആളുകൾ, പിന്നെ ആളുകൾ അവരെ ട്രേസ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗമാണ്. ഇത് വിദ്യാർത്ഥികളുടെ തലവിധിച്ചതല്ല. ഇവരുടെ പുറകിൽ വേറെ ആളുകളുണ്ട്. ഒന്ന്, അത് ഇവർ നേരെ NIക്കാണ് ഇത് ഫോർവേഡ് ചെയ്യേണ്ടത്. NI ഡിസൈഡ് ചെയ്യട്ടെ. അതിന്റെ പുറകിൽ എന്തായിരുന്നിരുന്നാലും കൊച്ചിൻ ഡിവിഷനിൽ നിന്ന് അന്വേഷണം 2 ദിവസത്തിനകത്ത് ഉണ്ടാവും. ഇതിന്റെ പുറകിലുള്ള എല്ലാ വിങ്ങളെ പറ്റി അന്വേഷിക്കും. പിന്നെ അതോടെ നിൽക്കട്ടെ. അപ്പൊ മറ്റുള്ള ഹിന്ദുക്കൾ പറയുകയാണ്, എനിക്ക് കൈക്ക് നല്ല നീളമുള്ള ജുബ്ബ, സ്വാമി വിവേകാനന്ദന്റെ കൂട്ട് തലപ്പാവ്, കാവി മുണ്ട്, കാവി തലപ്പാവ്, പിന്നെ കാവി ജുബ്ബ, കൈനീളമുള്ള ജുബ്ബ ഇട്ടിട്ട് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പേഷ്യന്റ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡേഴ്സിന് പറയാം ഇവരുടെ സർവീസ് വേണ്ടാന്ന്. ആ യൂണിറ്റ് ചീഫിന് എഴുതി കൊടുക്കാം. എന്ന് വെച്ചാൽ ഈ അൺഹൈജീനിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ നിൽക്കുന്ന ഇവരുടെ സർവീസ് നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൈനർ ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ പോസ്റ്റ് ഓപ്പറേഷൻ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ അത് കേസിലേക്ക് പോകും. പിന്നെ നാലാമത്തത്, ഇന്റർനാഷണൽ ഗൈഡ് ലൈൻ ഉണ്ട്. ഒരു തിയേറ്ററിനകത്ത് തിയേറ്റർ എങ്ങനെയാണ് ചെയ്യേണ്ടത്? തിയേറ്ററിൽ സർജന്റെ പൊസിഷൻ എവിടെയായിരിക്കണം? സർജനെ അസിസ്റ്റന്റ് ചെയ്യുന്ന ആൾ, അസിസ്റ്റേഴ്സ് എന്ന് പറയും, അവരെവിടെ ഇരിക്കണം? എത്ര സിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം? എത്രത്തോളം കോട്ടൺ റോഡ് ഏത് പൊസിഷനിൽ ഇരിക്കണം? ടൈം സെറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ഇന്റർനാഷണൽ ഗൈഡ് ലൈൻ ഉണ്ട് WHO. അത് ആ പ്രോട്ടോകോൾ ഫോളോ ചെയ്യാതിരിക്കാൻ നമുക്ക് ആർക്കും കഴിയത്തില്ല. പിന്നെ കേന്ദ്ര ഗവൺമെന്റ്. രാജീവല്ലേ, ഞാൻ കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, താങ്കൾ ആരോഗ്യ മേഖലയിലുള്ള ഒരാളാണോ? ഞാൻ ആരോഗ്യ മേഖലയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഇതിനെ പറ്റി അറിയാവുന്ന ആളാണ്. തിയേറ്ററിനെ പറ്റിയും കാര്യങ്ങൾ അറിയാവുന്ന ആൾ തന്നെയാണ്. ഞാൻ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് ഏറെക്കുറെ അങ്ങനെ ബോധ്യം വന്നതുകൊണ്ടാണ് ചോദിച്ചത്. ഒരു ഹാർട്ട് സർജറിക്ക് എത്ര ടൈമാണ് സെറ്റ് ചെയ്യുന്നത്? ആ വാച്ച് ഇരിക്കുന്ന 4 സർജനാണ്, 4 സർജന്റെ വാച്ച് ഒരുപോലെ ആയിരിക്കും. ഭിത്തിയിലിരിക്കുന്ന 4 ആംഗിളിലേക്ക് 4 ഇത് വെച്ചിരിക്കും. എന്ന് വെച്ചാൽ ഏത് ആംഗിളിൽ നിന്ന് നമുക്ക് നോക്കിയിരുന്നാലും നമുക്ക് ടൈം, നമ്മുടെ ഈ ക്ലോക്ക്, നമ്മുടെ 4 പേരുടെ 4 സർജൻസ് ആണ് നിൽക്കുന്നെങ്കിൽ അനസ്തേഷ്യ നിൽക്കുന്ന, അതുപോലെ തന്നെ എക്സ്പെർട്സുകൾ എല്ലാവരുടെയും ടൈം ഒന്നായിരിക്കും. അപ്പം
ഇത് ചെറിയ കാര്യമല്ല സാറേ. ഇത് ഇന്ത്യയിൽ നമുക്ക് ഇന്റർനാഷണൽ പ്രോട്ടോകോൾ അനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ നീക്കേണ്ടത്. രോഗിയാണ് പ്രധാനം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലേ ശ്രീ രാജീവൻ? യെസ്, അതാണ്. വളരെ നന്ദി. താങ്കൾ അവിടെ നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. പള്ളുരുത്തിയിൽ നിന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. പേര് പറയൂ. പീതാംബരൻ. കേൾക്കാമോ ശ്രീ പീതാംബരൻ? പീതാംബരൻ ആരോഗ്യരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളാണോ? അല്ല ആരോഗ്യരംഗത്ത്. പക്ഷെ ഇത് ഈ ഒരു വിഷയം രാഷ്ട്രീയമായി ഉയർത്തേണ്ടതുണ്ടോ പീതാംബരൻ? വിദ്യാർത്ഥിനികൾ അവരുടെ അധ്യാപകരോട് ചോദിച്ചൊരു കാര്യമാണ് എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ഇതിന് നമുക്ക് അതിനപ്പുറത്തേക്ക് ഇത് ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ഞാനും ചോദിക്കുന്നത്. അതൊക്കെ ചർച്ച ചെയ്യാൻ തന്നെ സമയം കളയരുതെന്നുള്ളത്. അത് അനുവദിക്കാൻ പാടില്ലാത്തതാണ്, അനുവദിക്കരുതെന്നാണ്. കാരണം ഒരു ഹോസ്പിറ്റൽ അത് ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ ഒരു അണുമുക്തമാക്കി ഇടുന്നതും പവിത്രമായ ഒരു സ്ഥലമാണ്. രോഗികൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഡോക്ടേഴ്സിനെല്ലാം യൂണിഫോം അതിനകത്ത് എങ്ങനെ കയറാമോ അത് അതേപോലെ മാത്രമേ അതിനകത്ത് കിടക്കാൻ പാടുള്ളൂ. ഏകീകൃത നിയമം വേണം. ഏകീകൃത നിയമം. വളരെ നന്ദി ശ്രീ പീതാംബരൻ, താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന് വളരെ നന്ദി. മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നതുകൊണ്ടാണ് ശ്രീ ജോസുകുട്ടി ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. ജോസുകുട്ടി, ഈ മതം വേണോ ആരോഗ്യ രംഗത്ത്? എന്താണ് ശ്രീ ജോസുകുട്ടിയുടെ അഭിപ്രായം? സാറേ, ഇതെല്ലാം കേരളത്തിൽ നടക്കും. വോട്ട് രാഷ്ട്രീയം വെച്ചുള്ളൊരു കളിയായി. വോട്ടിന് ഉള്ള രാഷ്ട്രീയ കളിയാണ് ഇത്. കാരണം വെച്ചാൽ വെറും പിള്ളേരം കൊണ്ടാണ് ഈ ഒരു അപേക്ഷ എഴുത്തു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ 6 പിള്ളേരെ വെച്ച് ഇതിന്റെ പുറകെ കളിക്കുന്ന തീവ്രവാദികൾ സംഘടനകൾ ആരാണോ? കഴിഞ്ഞ പ്രാവശ്യം 2 പിള്ളേരെ കണ്ടാണ് ആ കോളേജിലാക്കേണ്ട പ്രശ്നങ്ങൾ. പക്ഷെ അതൊക്കെ നമ്മൾ എടുത്തുചാടി അവരെ തീവ്രവാദികളൊക്കെ ആക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ അവരുടെ പുറകിൽ അങ്ങനെ തീവ്രവാദികളുടെ ഇത് കേട്ടാണോ? അവർ ഒരു MBBS പഠിക്കുന്ന വിദ്യാർത്ഥികളല്ലേ? സ്വബോധത്തോടുകൂടി ചിന്തിക്കാൻ കഴിയുന്നവരായിരിക്കില്ലേ? നമ്മൾ കണ്ടതല്ല, ISIലും അതുപോലുള്ളവർക്കൊക്കെ പോയത് ആരാ? വിദ്യാഭ്യാസം ഇല്ലാത്ത പിള്ളേരാണ് പോയത്. മാന്തരം വിദ്യാഭ്യാസം വിവരമുള്ള പിള്ളേരാണ്. അല്ല, ഏതായാലും പക്ഷെ നമ്മൾ അവരെ തീവ്രവാദികളുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നതിനോട് തൽക്കാലം ആവശ്യമുണ്ട്. ഈ കേരളത്തിൽ ഇതിന് വല്ല ആവശ്യം ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയല്ലേ ഈ ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളുമായിട്ട് വരുന്നത്, അല്ലെ? ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാം സാമ്പത്തികമായിട്ടെല്ലാം ബുദ്ധിമുട്ടിയിരിക്കുന്നു. കൊറോണ അത് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് എല്ലാവരും തകർന്നിരിക്കുന്ന സമയത്ത് ഓരോരോ വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കറ്റകെട്ടിയാണ് അനാവശ്യമായ ഒരു മതവിവാദം. ഏതായാലും വളരെ നന്ദി ജോസുകുട്ടി ഇടുക്കിയിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. ശശിധരൻ എന്നൊരു പ്രേക്ഷകൻ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശശിധരൻ, എന്ത് തോന്നുന്നു? ശശിധരന് ഈ ആവശ്യം കേട്ടിട്ട് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതാണോ? ഇന്നലെ മുതലാണ് ഈ വാർത്ത കാണാനും കേൾക്കാനും ഒരു അവസരം ഉണ്ടായത്. നമ്മുടെ രാജ്യം ഈ മതഭ്രാന്ത് പിടിച്ച് നടക്കുന്ന കാലഘട്ടത്തിൽ ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എന്ത് ചെയ്യും? കേരളത്തിലെ ഈ വിദ്യാഭ്യാസ രംഗത്ത് എത്ര ഉയർന്നിരിക്കുന്ന നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഈ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്നില്ല. മതഭ്രാന്തന്മാർക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് ഇത്തരം നിലപാടുകൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും വളരെ നന്ദി ശ്രീ ശശിധരൻ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുക അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. വിനോദ് കുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്നാണ് വിനോദ് കുമാർ വിളിക്കുന്നത്. വിനോദ് കുമാർ, എന്ത് തോന്നുന്നു? നിങ്ങളുടെ കോഴിക്കോട് എവിടെ നിന്നാണ് വിനോദ് വിളിക്കുന്നത്? കോഴിക്കോട് വെള്ളിമാട് നിന്നാണ്. അവിടെയൊക്കെ ആളുകൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടോ? എന്താ തോന്നുന്നത്? ഒരിക്കലുമില്ല സുഹൃത്തെ. താങ്കളെ പോലുള്ള ഒരു മാധ്യമപ്രവർത്തനവും News 18 പോലുള്ള ഒരു ചാനൽ ഈ ഒരു വിഷയം ഈ സമയത്ത് പൊതുവേദിയിൽ ചർച്ച ചെയ്യാൻ എടുത്തതിൽ ഞാൻ അങ്ങേയറ്റം ലജ്ജിക്കുന്നു. പ്ലീസ്, ഞാൻ പറയട്ടെ എന്തൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ? ആശുപത്രിയിൽ ഒരു രോഗി കിടക്കുമ്പോൾ കിടക്കുന്നത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ? അവരെ ഭാഗത്തേക്ക് വിനോദ് കുമാറിനോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ആശുപത്രി പൊതുജനത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ? അവിടെ എങ്ങനെ ഇന്റർനാഷണൽ പ്രോട്ടോകോൾ പാലിക്കണമെന്നത് പൊതുജനത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ? എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? എന്നോട് പറയൂ. നിങ്ങൾ ഇൻട്രൊഡക്ഷൻ പോലും വളരെ ബോറായി. ഇത് കേരളത്തിൽ ഞാൻ ബോറായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ, അതല്ല കാര്യം. ഈ വിഷയം ചർച്ച ചെയ്യണ്ട എന്ന് പറയുന്നതിന് ഔചിത്യമാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ പറയുന്നത് ഇത് ചർച്ച ചെയ്യണ്ടേ? എവിടെയും ചർച്ച ആയിട്ടില്ല. നിങ്ങൾ ഇത് ചർച്ച ആക്കണ്ട. ഇത് ചർച്ച ചെയ്തിട്ടില്ലേ? ഞാനൊരു സുപ്രഭാതത്തിൽ സ്വപ്നം കണ്ടതാണോ? ഈ വിനോദ് കുമാർ ഇത് ബിലിറ്റിൽ ചെയ്ത് നോക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. വിനോദ് കുമാർ, അല്ല, നിങ്ങളോട് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. എന്തെങ്കിലും വിഷയങ്ങൾ ചർച്ച ചെയ്യണ്ട എന്ന് പറയുന്നത് അത് മറ്റൊരാളുടെ അഭിപ്രായത്തെ മാനിക്കാതിരിക്കുന്നതിന് തുല്യമാണ്. അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാനും കഴിയില്ല. ജിജോ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ജിജോവിന് എന്ത് തോന്നുന്നു ഈ വിവരങ്ങൾ കേട്ടിട്ട്? വല്ലാതെ വിഷമം തോന്നുന്നു കേരളത്തിന്റെ അവസ്ഥ തോന്നിയിട്ട്. കാരണം ഇപ്പൊ കേരളത്തിലെ ഈ മതവും വർഗീയതയൊന്നും ഇല്ലാതിരുന്നത് കുറച്ചെങ്കിലും അതിപ്പം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ അജണ്ട സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് എന്റെ സംശയം.
കാരണം ഇല്ലെങ്കിൽ ഇത്രയും നാളും ഇല്ലാത്ത ഒരു മതത്തിന്റെ പേരുള്ളത് നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇപ്പോഴാണോ ഈ മതത്തിന്റെ ഹിജാബിനെ കുറിച്ചും ഒക്കെ ഇപ്പോഴാണോ ഇവര് പഠിക്കാൻ തുടങ്ങിയത്? അല്ല, അതെ അതെ, നാളിതുവരെ ഇല്ലാത്തൊരു വിഷയം പുതിയതായി നാളിതുവരെ ഇല്ലാത്തത് ഇതിന്റെ പുറകിൽ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് തന്നെയുണ്ട് ഉണ്ടെന്നാണ് കരുതേണ്ടത്. ഏതായാലും വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. മറ്റൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്, ധർമ്മരാജ്. ധർമ്മരാജ്, തൃശ്ശൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ പെരിങ്ങോട്ടുകര. എന്താണ് ഈ വിഷയം എങ്ങനെ കാണണമെന്നാണ് ധർമ്മരാജ് ഉദ്ദേശിക്കുന്നത്? ഇത് ഒരിക്കലും ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റി വഷളാക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. ഇത് കാരണം ഇതൊക്കെ നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ച് നടന്നു പോകേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത്. അതിന്റെ 4-5 കുട്ടികൾ അതിലൊരു എതിരഭിപ്രായം പറഞ്ഞത് അത് ഇത്ര ചർച്ചാ വിഷയമാക്കുന്നത് ശരിയാണോ എന്നുള്ളത് അന്വേഷിക്കും. പക്ഷേ ഇങ്ങനെ ആളുകൾ ആവശ്യമായി വന്നാൽ നമ്മളിത് ചർച്ച ചെയ്യാതെ പിന്നെ എങ്ങനെ തീരുമാനമെടുക്കും? അല്ല, അത് അവഗണിക്കാവുന്ന അവരോട് പറഞ്ഞു ഇതൊന്നും നടക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞു വിടേണ്ടതാണ്. അത് പ്രിൻസിപ്പാളിന്റെ ഭാഗത്ത് തന്നെ അങ്ങനെ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ പ്രിൻസിപ്പാളിന് പറ്റില്ല. ഏതായാലും വളരെ നന്ദി ധർമ്മരാജ്, താങ്കൾ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്ത്. മറ്റൊരു പ്രേക്ഷകൻ മഞ്ചേരിയിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ശ്രീ മുഹമ്മദ്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഈ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ അനിവാര്യമാണോ മതത്തിന്റെ നിയമമനുസരിച്ച്? നമസ്കാരമുണ്ട് സാറേ. യാതൊരു കാരണവശാലും ഇങ്ങനെ ഒരു വസ്ത്രം തിയേറ്ററിനുള്ളിൽ ഇടാറില്ല. അതിന്റെ ഉള്ളിൽ പ്രത്യേക ഡ്രസ്സാ, അതും സ്റ്റെറൈൽ ഡ്രസ്, സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡ്രസ്. പിന്നെ അതിന്റെ ഉള്ളിൽ കിടക്കണമെങ്കിൽ എല്ലാവിധ കാരണങ്ങളും അത് സ്റ്റെറൈലാവണം. എന്നിട്ട് അല്ലാതെ ഈ ഡ്രസ് ഇട്ടുകാണ്ട് അവിടെ ഈ നാളിതുവരെ അങ്ങനെ സംഭവം കണ്ടിട്ടില്ല. എനിക്കൊരു 79 വയസ്സായി. അപ്പൊ സാധാരണ ഈ ഡ്രസ് അതിന്റെ ഉള്ളിലുള്ള ഡ്രസ് ഇട്ടിട്ടാണ് ഈ ഡോക്ടർമാര്, സർജന്മാര് അല്ലെങ്കിൽ ഓർത്തോനെ ഒക്കെ അസിസ്റ്റ് ചെയ്യാന് അവര് നിക്കല്, പഠിക്കണ കുട്ടികൾ നിക്കല്. അപ്പൊ അവിടെ ഈ മറ്റേ ഏഞ്ഞരിഞ്ഞു പോകാൻ ഈ വസ്ത്രം അവിടെ ഒരു ബുദ്ധിമുട്ടാവും. പിന്നെ ആ വസ്ത്രം സ്റ്റെറൈലും ആവൂല. അപ്പൊ സ്റ്റെറൈൽ വസ്ത്രമാണെങ്കിലും അത് ഇടാൻ ഇതുവരെ അത് പറ്റൂല. ഏതായാലും ആരോഗ്യ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള വസ്ത്ര രീതി തന്നെയായിരിക്കണം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് തന്നെയാണ് ശ്രീ മുഹമ്മദും പറയുന്നത്. അതാണ് വേണ്ടത് സാറേ. ഏതായാലും വളരെ നന്ദി ശ്രീ മുഹമ്മദ് അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. പുറത്ത് നിന്ന് ഒരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ചാക്കപ്പൻ. ചാക്കപ്പൻ എന്നല്ലേ പേര് പറഞ്ഞത്? അതെ, എന്റെ പേര് കോറപ്പള്ളിൽ ചാക്കപ്പൻ എന്ന് പറയും. എന്ത് തോന്നുന്നു ശ്രീ ചാക്കപ്പൻ? അവിടെയൊക്കെ ആളുകൾ ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം പറയുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യരംഗത്തു നിന്നല്ല, ഇന്ത്യയിൽ തന്നെ നമ്മളുടെ എന്ന് പറഞ്ഞാൽ ഭാരതം എന്ന് പറഞ്ഞാൽ നമ്മള് ഏക ഒരു സഹോദര മനോഭാവമുള്ളവരാണല്ലോ, നാനാത്വത്തിൽ ഏകത്വമാണല്ലോ. അതെ അല്ലേ? അതെ അതെ, സാഹോദര്യമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നാനാത്വത്തിൽ ഏകത്വം, പിന്നെ വേറെ കുറെ കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ മതത്തിന്റെ ഒരു ചിഹ്നവും ആരോഗ്യരംഗത്തുനിന്നല്ല പൊതുപ്രവർത്തകരാരും ഉപയോഗിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ള. ഒരു മതങ്ങളൊക്കെ അവരവരുടെ സ്വകാര്യ കാര്യങ്ങളായി വീടിനകത്തോ അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്തോ പള്ളിയിലും ഒക്കെ വെച്ച് പോകട്ടെ എന്നാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും വളരെ നന്ദി ഈ അഭിപ്രായം പങ്കുവച്ചതിന്. ഒരു ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് പൊതുവേദി ഒരു ഇടവേളയിലേക്കാണ്. വീണ്ടും ഈ വിഷയത്തിലേക്ക് മടങ്ങിയെത്താം. പൊതുവേദി തുടരുന്നു. ബംഗളൂരുവിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, രത്നാകരൻ. ശ്രീ രത്നാകരൻ, ഈ കർണാടകയിൽ ഈ വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷേ കേരളത്തിൽ അന്ന് ആ വിഷയം അത്തരത്തിലൊന്നും പ്രതിഫലിച്ചു കണ്ടില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ചെറിയ സൂചന വന്നു തുടങ്ങുന്നു. എന്ത് കരുതണം ഇതിൽ നിന്ന്? ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട കൂടി ജോലി ചെയ്യേണ്ട വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഡോക്ടർമാരുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്താഗതി വരുന്നത് വളരെ മോശമാണെന്ന് എനിക്ക് പറയുന്നത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരും പ്രവർത്തകരും ഇതുപോലുള്ള യൂണിഫോം ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോവുക? വലിയ പ്രതിസന്ധിയിലേക്ക് അത് വഴിവെക്കും. ഡോക്ടർമാരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു മതചിന്ത ഒക്കെ വന്ന് ICUലൊക്കെ ഇങ്ങനെ വേദന അനുഭവിക്കുന്ന രോഗിക്ക് എന്ത് മതം? അതുപോലെ അവനെ പരിലാളിക്കാനെത്തുന്ന അല്ലെങ്കിൽ പരിചരിക്കാനെത്തുന്ന നഴ്സിനോ അവനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ തൻ്റെ എല്ലാ അറിവും പ്രയോജനപ്പെടുത്തുന്ന ഒരു ഡോക്ടർക്കോ അവിടെ മതത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? അല്ലേ? അവരെ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇനി ഡോക്ടർമാരെ തെരഞ്ഞെടുക്കുന്നത് നമ്മൾ മതം തെരഞ്ഞെടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ സ്ഥിതിയാണ് രാജ്യത്തിന് വരാൻ പോകുന്നത്.
വലിയ ദുഃഖകരമായ അവസ്ഥയെന്നാണ് ഏതായാലും താങ്കളും പറയുന്നത്. വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. സുരേന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ സുരേന്ദ്രൻ, ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നാണ് ശ്രീ സുരേന്ദ്രൻ ധരിക്കുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അപ്പൊ നാളെ ഒരു രോഗി പറയാണ് എനിക്ക് ഈ വസ്ത്രം ധരിക്കുന്ന ഒരാള് ഇത് എന്നെ ട്രീറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇത്രയും ഈ പറഞ്ഞ ആൾക്കാർക്ക് വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല, അവര് വളർന്നു വന്ന സാഹചര്യത്തിന്റെ പ്രശ്നമാണ്. അത് ഒരിക്കലും നമ്മൾ അംഗീകരിക്കാൻ പാടില്ലാത്തതാണ്. പിന്നെ നമ്മൾ കണ്ടതാണ്, നമ്മള് കൊറോണ കാലത്ത് നമ്മൾ പോയി കിടന്നിരുന്നത് ഈ ജാതി മതം ഒന്നും നോക്കാതെയാ. അന്നാണ് ശരിക്കും മനുഷ്യനായിട്ട് നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ ലോകം മുഴുവൻ കണ്ടത് മനുഷ്യന്മാരായിട്ട് കണ്ടത് അന്നാണ്. അപ്പൊ അന്ന് നമ്മൾ കണ്ടു. അതുപോലെ പ്രളയകാലത്ത് നമ്മൾ കണ്ടു. മതം കാര്യങ്ങളും നോക്കാതെയാണ് നമ്മൾ അന്ന് എല്ലാ സഹായങ്ങളും പരസ്പരം ചെയ്തിരുന്നത്. അപ്പൊ ഈ പ്രവണത ശരിയല്ല. കാരണം വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല, ആ വളർന്നു വന്ന ആ പശ്ചാത്തലത്തിന്റെ ഒരു പ്രശ്നം കൂടി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന് വേണം കരുതാൻ, അല്ലേ? ഇതങ്ങനെ അങ്ങനെ അങ്ങനെ നാളെ മറ്റൊരാൾ പറയണം ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ്, പ്രത്യേകിച്ച് ഒരു ഡോക്ടറിനൊക്കെ പറഞ്ഞ് നമ്മള് അത്രയും കണ്ട് എങ്ങനെയാ കാണുന്ന ഒരു ദൈവത്തെ പോലെ കാണുന്ന ഒരു വ്യക്തി ഇങ്ങനെ പറയാണ് എനിക്ക് ഇത് ഇട്ടാൽ മാത്രമേ ചെയ്യാൻ പറ്റില്ല. അപ്പൊ രോഗി പറയണം എനിക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും, ഈ വസ്ത്രം ധരിക്കുന്ന ആളെ എന്നെ ട്രീറ്റ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എങ്ങനെയായിരിക്കും? അത് ശരിയല്ല, അതിനെ നമ്മള് അംഗീകരിക്കാൻ പാടില്ല എന്നാണ് താങ്കളും പറയുന്നത്. ഏതായാലും വളരെ നന്ദി സുരേന്ദ്രൻ അവിടെ നിന്ന് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. അബ്ദുൾ റഹ്മാൻ എന്നൊരു പ്രേക്ഷകൻ ദുബായിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ അബ്ദുൾ റഹ്മാൻ, എന്ത് സൂചനയാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നത്? ഇത് വളരെ നിഷ്കളങ്കമായി കുട്ടികൾ ആവശ്യപ്പെട്ടതാണോ, അതോ ഇത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണോ, അതോ തെറ്റായ സന്ദേശത്തിന്റെ തുടക്കമാണോ? എന്ത് തോന്നുന്നു? ഹലോ സാറേ, എനിക്ക് ഒരു ഇത്തിരി സമയം തരണം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് തീർച്ചയായും തെറ്റായ ഒരു സംഭവമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏക സിവിൽ കോഡിന്റെ ഇതിന് വേണ്ടിയിട്ട് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് BJP-യിൽ നിന്നോ RSS-ൽ നിന്നോ ഇറക്കി വിട്ട കുട്ടികളായിരിക്കണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്ടറുടെ ഈ ഇതിലേക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാലത്തും ഇവ കൊണ്ടുവരാൻ സമ്മതിക്കുകയും ചെയ്യരുത്. പിന്നെ താങ്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സമയം കൂടുതൽ, ഈ തീവ്രവാദം എന്ന് പറയുന്നവർക്ക് കൂടുതൽ സമയം കൊടുക്കരുത്. കാരണം ജനങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഈ ഇവൻ എത്ര വർഗീയവാദമാണ്, ഇവനെ പോലുള്ള രാക്ഷസന്മാരാണ് നമ്മുടെ നാടിന് ആപത്ത്, യഥാർത്ഥ തീവ്രവാദി ഇവനാണെന്ന് അത് ജനങ്ങൾ മനസ്സിലാക്കിയെടുക്കും. താങ്കൾ അതിന് തർക്കിക്കാൻ നിൽക്കരുത്. ഇന്നലെ തന്നെ ഒരു തീവ്രവാദ ചിന്താഗതിയുള്ള ഒരാളോട് തർക്കിച്ചിട്ട് ജയിച്ചോ? കാരണം തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യുമെന്നാ പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന്റെ വീട്ടില് ശ്രീ അബ്ദുൾ റഹ്മാൻ, നമുക്ക് തർക്കിക്കാതിരിക്കാനാകില്ലല്ലോ. ഏതായാലും വളരെ നന്ദി താങ്കൾ വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണന് എന്ത് തോന്നുന്നു ഈ വാർത്ത കേട്ടിട്ട്? എനിക്ക് ലജ്ജയാണ് തോന്നിയത്. കാരണം ആരോഗ്യരംഗത്തൊക്കെ ഇങ്ങനെ ഹിജാബ് ധരിച്ചുകൊണ്ട് പ്രവേശിക്കുന്നത് തന്നെ ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ കേരളത്തിലേ നടക്കും, മറ്റ് സ്ഥലങ്ങളിലൊന്നും ഇതൊന്നും നടക്കില്ല. ഇവിടെ ആര് ആവശ്യപ്പെട്ടാൽ, ആരെന്ന് പറയില്ല, ചില പ്രത്യേക മതവിഭാഗക്കാര് എന്താവശ്യപ്പെട്ടാലും അത് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ അത് മുന്നോട്ട് വന്ന കുട്ടികൾ അവരേത് സാഹചര്യത്തിൽ നിന്നാണോ വളർന്നത്, അവർക്ക് കിട്ടിയ വിദ്യാഭ്യാസം അത് തന്നെയാണ് ഇതിന് കാരണം. ഒരു കാരണവശാലും, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. വളരെ നന്ദി ബാലകൃഷ്ണൻ പാലക്കാട് നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ഷിജു എന്നൊരു പ്രേക്ഷകൻ നെടുമങ്ങാട് നിന്ന് ചേരുന്നുണ്ട്. ഷിജുവിന് എന്ത് തോന്നുന്നു? ഈ മനുഷ്യൻ പല നിർണായക ഘട്ടങ്ങളിലാണല്ലോ ആശുപത്രിയിലേക്ക് ചെല്ലുന്നത്. അവിടെയെങ്കിലും നമുക്ക് ഇത്തരം വേർതിരിവുകൾ മാറ്റിവെക്കാൻ കഴിയേണ്ടതല്ലേ? സാർ, ഇത് ഇപ്പോൾ ഉടനെ തുടങ്ങിയതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് അവര് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് പെട്ടെന്ന് വന്നിട്ട് 4-5 കുട്ടികൾ വന്നിട്ട് ഇതേപോലെ ആവശ്യപ്പെടുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇതിന്റെ പിന്നിൽ വലിയൊരു ശക്തി കാണും. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടക്കുമ്പോഴത്തേക്ക് ഈ നാട്ടിൽ ഇതിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ ഇല്ലെന്നൊന്നും പറയണ്ട. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് തീവ്രവാദികൾ പോയിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. ഇപ്പൊ നമ്മൾ പല പല കാര്യങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടന തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അവര് ഈ വലിയ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇത് മാറ്റിക്കൊണ്ടുവരാൻ ആ കുട്ടികളെ കൊണ്ടുവരുന്നതിന് പകരം ഇവിടുത്തെ വലിയൊരു സംഘടന പറയുകയാണ് അവർക്കത് ചെയ്യാൻ, ഇതിന് പ്രിൻസിപ്പളാണ് ഇതിന് കുഴപ്പമുണ്ടാക്കിയത്, പ്രിൻസിപ്പളാണ് ഇത് ചെയ്തതെന്നാണ് പറയുന്നത്. ഏതായാലും ഇത്തരം ഒരു പ്രവണത ശരിയല്ല എന്നാണ് ഷിജു നെടുമങ്ങാടിൽ നിന്ന് പറയുന്നത്. ഏതായാലും ഇതിന് പുറകിൽ വലിയ ശക്തികളുണ്ട് എന്നൊക്കെ നമ്മൾ